ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഈ ചാലക്കുടിയിൽ മണിയുടെ അനുസ്മരണ ചടങ്ങുകൾ നടക്കുകയാണ്. പക്ഷേ ഈ 3 ദിവസം മാത്രമല്ല, കഴിഞ്ഞ 365 ദിവസങ്ങളും മണിയെക്കുറിച്ചുള്ള ഓർമ്മകളുമായിട്ട് തന്നെയാണ് ഈ നാട്ടുകാരും മണിയെ സ്നേഹിക്കുന്നവരും മണിയെ ഇഷ്ടപ്പെടുന്നവരും മണിയെ ആരാധിക്കുന്നവരും എല്ലാവരും ഈ ഒരു വർഷവും മാത്രം ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ട് തന്നെയാണ് മണി എന്ന കലാകാരനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഭൗതിക വിയോഗത്തിൻ്റെ ഈ നാളുകളെല്ലാം കടന്നുപോയതാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ ചാലക്കുടി പൊതുദർശനത്തിനായിട്ട് കൊണ്ടുവരുമ്പോഴുള്ള ആ സമയത്ത് ഇവിടെ തിങ്ങിക്കൂടിയ ജനലക്ഷങ്ങളെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഈ നാട്, ഈ ദേശം എങ്ങനെ എത്രമാത്രം ആഴത്തിലാണ് അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നതെന്ന്. അന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുവാനായിട്ട് ഞാനുൾപ്പെടെ അദ്ദേഹത്തോടൊപ്പം ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ച ഒരുപാട് പേർക്ക് അവസരം കിട്ടിയില്ല. അത്രമാത്രം ജനത്തിരക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ 1 വർഷം കഴിയുന്ന സമയത്തും ഈ തിങ്ങി നിറഞ്ഞ ജനസമൂഹം അദ്ദേഹത്തോടുള്ളവരുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്. മണി ഇല്ലാതായിട്ടും മണി കടന്നുപോയിട്ടും ഇത്ര വലിയൊരു ജനസമൂഹം ഇവിടെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മണി ജീവിച്ച ജീവിതം, ഈ ദേശത്തെ, അദ്ദേഹത്തെ സ്നേഹിച്ച വ്യക്തികളെ, അദ്ദേഹത്തെ ആരാധിച്ച വ്യക്തികളെ എത്രമാത്രം ആഴത്തിൽ സ്പർശിച്ചു എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല മറ്റൊരു കലാകാരനും ഒരു ദേശത്തും ഇത്തരത്തിൽ ഒരു ജന്മനാടിൻ്റെ ആദരവ് ഏറ്റുവാങ്ങാൻ ഭാഗ്യം ഉണ്ടാകുന്നു. പേരും പ്രശസ്തിയും പണവും നേടിയിട്ടും മണിയുടെ വേരുകൾ മറന്നില്ല, മണി കടന്നുപോയ വഴികൾ മറന്നില്ല, മണി ജീവിച്ച ചുറ്റുപാടുകൾ മറന്നില്ല, സുഹൃത്തുക്കളെ മറന്നില്ല, നാടിനെ മറന്നില്ല. മണി സമ്പാദിക്കുന്ന വലിയ ഭൗതിക നേട്ടങ്ങളെല്ലാം തനിക്ക് മാത്രമായിട്ട് സ്വരുക്കൂട്ടി വെക്കാതെ തൻ്റെ ചുറ്റുമുള്ള തന്നെപ്പോലെ കർഷതയുടെ വഴികളിലൂടെ ജീവിക്കുന്ന സുഹൃത്തുക്കൾക്ക്, പരിചയക്കാർക്ക്, പരിചയമില്ലാത്തവർക്ക് എല്ലാവർക്കും പകർന്നു നൽകി. ഇത്രമാത്രം മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരുപക്ഷെ സമീപകാല കേരളം കണ്ടിട്ടില്ല എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. തീർച്ചയായിട്ടും ആ പ്രിയ കലാകാരൻ്റെ ഓർമ്മകൾ ഇന്നും വളരെ സജീവമായുണ്ട്. ഏതാണ്ട് 10-22 വർഷങ്ങൾക്ക് മുൻപ് ഈ ചാലക്കുടിയിൽ നിന്നും ഒരു ഓട്ടോറിക്ഷയും ഓടിച്ച് എറണാകുളത്ത് കാക്കനാടുള്ള നവോദയ സ്റ്റുഡിയോയിലെ എൻ്റെ ലൊക്കേഷനിലേക്ക് എത്തി. പിന്നീട് മലയാള സിനിമയുടെ രാജവീതികളിലൂടെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ പ്രിയങ്കരനായ കലാകാരനായി ജീവിച്ച മണി, അദ്ദേഹത്തെ ആദ്യമായി കണ്ട നിമിഷത്തിൽ ഞങ്ങൾ തമ്മിലുണ്ടായ, അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെ, ആദരവിൻ്റെ ഊഷ്മളമായ ഓർമ്മകൾക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.